അദ്ദേഹത്തിന്റെ കവിതകളെ കുറിച്ചോ ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചോ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരുപക്ഷെ സംശയം ജനിപ്പിക്കുന്നതിന് പല കാര്യങ്ങളുണ്ട്. അതൊക്കെ ചോദിക്കാൻ പറ്റുന്നൊരു അവസരമാണ്. മാഷ് പറഞ്ഞ പോലെ തന്നെ വളരെ അപൂർവമായിട്ട് മാത്രം വേദികളിൽ കിട്ടുന്ന ഒരാളാണ്. എൻ്റെ ഒരു 10 വർഷത്തെ സാഹിത്യ അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ മാത്രമാണ് ഉണ്ണിമാഷ ഈ വേദിയിൽ ഞാൻ കണ്ടിട്ടുള്ളൂ, തൃശ്ശൂരിൽ. അത് ILFKയുടെ പരിപാടിയാണ്, ഒരിക്കൽ മാത്രം. അല്ലാതെ അതിന് മുമ്പോ അതിന് ശേഷമോ വേദികളിൽ പ്രത്യക്ഷപ്പെടാത്ത ഒരാൾ തന്നെ. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് എന്തെങ്കിലും അറിയാനോ ചോദിക്കാനോ ഉള്ള അവസരവും കുറവ് തന്നെയാണ്. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഒരു അവസരം സാഹിതിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത്തരം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം പാഴാക്കാതെ നിങ്ങൾക്ക് എന്തും ചോദിക്കാം. അതിനുള്ള സമയമാണ്. ചോദിക്കാനാണോ? കോമണായിട്ട് ചോദിക്കണം. സംസാരം മുഴുവൻ കേട്ടില്ല, ഒന്നും അറിയുകയും ചെയ്തോളൂ. റെക്കോർഡ് ചെയ്യാൻ ഒരു കോമൺ ജനറൽ ക്വസ്റ്റ്യനാണ്, പലരോടും ചോദിക്കേണ്ട ചോദ്യമാണ്. അതിപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, ഇപ്പോൾ സൗകര്യം കിട്ടുമ്പോൾ ചോദിക്കുന്നത് മാത്രമാണ്. നമ്മുടെ സംസ്കാരം എന്ന് പറയുമ്പോഴേ അക്ഷരങ്ങളായിട്ടും പുസ്തകമായിട്ടും പ്രിന്റിംഗ് മീഡിയയുമായി ബന്ധപ്പെട്ട് മാത്രം ഉപയോഗിക്കപ്പെട്ടു വരുന്ന ഒരു പ്രവണത വ്യാപകമായിട്ടുണ്ട്. അങ്ങനെയാണോ അത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ സംസ്കാരം എന്ന് പറയുന്നത് ഈ അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അധ്യാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം നിബന്ധിക്കപ്പെടേണ്ട ഒരു വാക്കാണോ ഈ സംസ്കാരം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പൊതുവായിട്ട് മറ്റ് ഭാഗങ്ങളൊന്നും മറ്റ് ഭാഗങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ പ്രവർത്തിക്കുന്നവർക്കൊന്നും സംസ്കാരമില്ലേ എന്ന ചോദ്യം അതിൻ്റെ അന്തർലീനമാണ്. അത് എത്രമാത്രം ശരിയാണെന്നാണ് ഈ കോമൺ ക്വസ്റ്റ്യൻ. സംസ്കാരം എഴുത്ത് മാത്രമായിട്ടുള്ളതല്ല, ബാക്കി എല്ലാ കാര്യങ്ങളുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതിൽ എനിക്കൊരു സംശയമില്ല. ഇപ്പോ പഴയ നാടൻ കളികളും അതൊക്കെ സംസ്കാരത്തിന്റെ ഭാഗങ്ങളാണ്. പഴയ രീതിയിലുള്ള നാടകങ്ങൾ അതിൽ ഭാഷ ഉള്ളത് കൊണ്ടല്ല, ഭാഷ ഉള്ളത് കൊണ്ടല്ലാതെ തന്നെ അതെല്ലാം സംസ്കാരത്തിന്റെ ഭാഗങ്ങളാണ്. ചില പ്രത്യേക സ്ഥലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ അവർ കാണിക്കുന്ന ആചാരങ്ങൾ അതൊക്കെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ പൂക്കാനിൽ പോയാൽ അവിടെ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുന്ന ചെയ്യുന്ന എല്ലാ ആളുകൾക്കും അവരുടെ നാടൻ മാറ്റൊഴിച്ച് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുറേശ്ശെ കുറച്ച് വിറ്റാനൊന്നുമല്ല അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇരിക്കാം. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവര് നമ്മളോട് അമ്പ് ചെയ്യാൻ പറയും. ഒരു അമ്പെയ്ത്ത് മത്സരം. അപ്പൊ അമ്പ ചെയ്ത് നമ്മളതിൻ്റെ ഉള്ളിൽ കൊള്ളിക്കുകയാണെങ്കിൽ, അതിൻ്റെ നടുക്ക് കൊള്ളിക്കുകയാണെങ്കിൽ അവര് നമുക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഡാൻസ് ചെയ്യും. ഒരു ഫോക്ക് ഡാൻസ്. ഞാൻ നമ്മളെന്താ പറയുക ഇടവാണ്. ഭാഷയ്ക്ക് ബന്ധമുള്ളത് അതിന് ഏതെങ്കിലും അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ആരെങ്കിലും എഴുതി വന്ന് ഇങ്ങനെ പാലിക്കപ്പെട്ട് പോരുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അങ്ങനെ ഒരു കാര്യം അനുഭവിച്ചതാണ്. അവര് ഇത്തരത്തിലുള്ള ഒരു കുഞ്ഞു ഗ്ലാസ് മാറ്റിയിട്ട് നമ്മൾ കുടിച്ചോളാൻ കാണാം. അങ്ങനെയാണ് അവര് അവിടെ ചെന്ന ഒരു പ്രാർത്ഥന പോലെയാണ്. അത് കുടിച്ചു കഴിഞ്ഞാൽ ഈ വില്ലും അമ്പും തരും. അങ്ങനെ എല്ലാവരും അത് ഒരുപാട് പുറത്ത് എഴുതും. ഞാനത് നടുക്കൊന്നും സാംസ്കാരിക നായകൻ എന്ന വാക്കുകൾ ഉപയോഗിച്ചില്ല. ആരാണ് ഈ പറഞ്ഞ പോലെ ഈ ആചാരത്തിന്റെ
രാജാവും പറഞ്ഞിരുന്നു അവരൊന്നും സാംസ്കാരിക നായകന്മാരല്ല. അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട് സാഹിത്യവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഈ സാംസ്കാരിക നായകൻ എന്ന് വാക്ക് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ പദം ഉപയോഗിക്കുന്നത്. അതാണ് ഉദ്ദേശിക്കുന്നത്. അതല്ല അങ്ങനെ ഒരു പദം വരുന്നത്, അത് ശരിയാണെന്നാണ്. അപ്പൊ അങ്ങനെ ഈ അക്ഷരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാത്തവർക്കൊന്നും സംസ്കാരം ഇല്ല എന്നൊരു ഭൂമിയായിട്ടുണ്ട്. അതാ ചോദിക്കുന്നത്. അല്ലല്ല, അങ്ങനെ അത് ശരിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ ഭാഗങ്ങളുമായിട്ട് ഇപ്പൊ പരിസ്ഥിതി പ്രവർത്തകർ സാംസ്കാരിക നായകന്മാരാണ്. അവരെ എഴുതുന്നതുമായിട്ട് അവരെ എഴുതിയ മാറ്റങ്ങളുടെ പുറത്തല്ല നമ്മളവരെ സാംസ്കാരിക നായകരെന്ന് പറയുന്നത്. പരിസ്ഥിതി പ്രവർത്തകര് അവരെ സാംസ്കാരിക നായകരായിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് എഴുത്തുമായി ബന്ധപ്പെട്ട് മാത്രമൊന്നുമല്ല സാംസ്കാരിക നായകൻ എന്ന് പറയുന്നത്. അത് ഈ ജനപ്രിയ നടൻ എന്നൊക്കെ പറയുന്ന പോലെ ആൾക്കാരിങ്ങനെ പറയുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ദിലീപിന് ജനപ്രിയ നടൻ എന്ന് പറയും. പാട്ടുകാരി ചിത്രയെ ചിന്നക്കുയിൽ ചിത്ര എന്ന് തമിഴർ പറയാറുണ്ട്, മലയാളത്തിൽ പറയാറുണ്ട്. ചിന്നക്കുയിൽ ചിത്ര ചിന്നക്കുയിൽ എന്ന് പറഞ്ഞാൽ ഇളയരാജു എന്നെ ഇവിടുത്തെ പേരാണ് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ നമ്മുടെ പാട്ടുകളും ഇവരൊക്കെ നമ്മുടെ സാംസ്കാരിക നായകരാണ്. അല്ലാണ്ട് കവിത എഴുതുന്ന ഒരാളോ കഥ എഴുതുന്ന ഒരാളോ മാത്രമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ജീവിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ സാംസ്കാരിക അക്ഷര പ്രവർത്തകൻ, പരിസ്ഥിതി പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ മതി. സംസ്കാരം അവർക്ക് മാത്രമുള്ളതെന്ന് തോന്നിയതില്ല. ആ വാക്ക് വ്യക്തമെങ്കിൽ പിൻവലിക്കുന്ന സാഹചര്യം പറയുന്നത്. അല്ല, അത് ഞാനിവിടെ ആൾക്കാരിങ്ങനെ പറഞ്ഞു ആവശ്യം പറയണം. ആ വാക്ക് പിൻവലിക്കുന്നത് തെറ്റായ പദമാണ്. ഈ സാംസ്കാരിക നായകൻ, സാംസ്കാരിക ആ പദം അക്ഷരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കൊടുക്കരുതെന്നാണ് പറയുന്നത്. അതുപോലെ അക്ഷര പ്രവർത്തകൻ പറഞ്ഞോട്ടെ, സാമൂഹ്യ പ്രവർത്തകൻ, സാഹിത്യ പ്രവർത്തകൻ എന്ന് പറയുന്ന പോലെ പറഞ്ഞോട്ടെ. അത് ഈ സംസ്കാരത്തിലുള്ള വാക്കുകളോട് അടിച്ചേൽപ്പിക്കുന്നത് തെറ്റായ പ്രവർത്തനം. അപ്പൊ ബാക്കിയുള്ളവരൊന്നും സംസ്കാരമില്ലാത്തവരൊന്നും പിന്നെ മഹാവേദികൾ വിഷയം. ഓക്കെ, അതിപ്പോ എനിക്കതിന് തീരുമാനമൊന്നും പറയാൻ നമ്മള് അക്ഷരമായിട്ട് ബന്ധപ്പെട്ടവർ മാത്രമല്ല സാംസ്കാരിക പ്രവർത്തകരാണ് എന്റെ വിശ്വാസം. അങ്ങനെ ടോക്ക് അത് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്. ഈ സാംസ്കാരിക നായകൻ, കഥാനായകൻ അല്ലെങ്കിൽ ആ നായകൻ ഈ നായികൻ എന്നൊക്കെ നമ്മൾ പറയുന്നത് ഒരു സ്വാഭാവികമായിട്ട് നമ്മൾ തുടർന്ന് വരുന്ന പ്രക്രിയയുടെ ഭാഗമാണ്. അത് ഈ പൊതുമണ്ഡലത്തിലുള്ളൊരു കാര്യമാണ്, നമ്മളായിട്ടൊന്നും തുടങ്ങി വെച്ചതല്ല. പക്ഷെ അതിന് വിമർശന ബുദ്ധിയോടെ കാണുകയും അതിൽ തിരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ തിരുത്താൻ പറ്റുന്നത് നല്ല കാര്യം തന്നെയാണ്. ഒരു പരിധിവരെ സാഹിത്യപരമായ സംഘടനകൾ, പ്രത്യേകം തൃശ്ശൂർ ലിറ്റററി ബോർഡൊക്കെ അത്തരം ഉപരിപ്ലവമായിട്ടുള്ള ആശയങ്ങൾക്ക് വലിയ പ്രാധാന്യവും ഇടവും കൊടുക്കുന്ന സ്ഥലമാണ്. ഇപ്പൊ ഏറ്റവും വലിയ തെളിവല്ലേ ഇന്നത്തെ നമ്മുടെ പരിപാടി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഉണ്ണികൃഷ്ണൻ മാഷിനെ പോലുള്ള ഒരാളെ പറവൂരാണ് ആദ്യം എന്നോട് വിസമ്മതിച്ചാൽ ചോദിച്ചാൽ പറയും. പക്ഷെ ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നത് എൻ്റെ ഗുരുനാഥൻ ഡോക്ടർ പള്ളിപ്പുറം പള്ളി, നമ്മുടെ രക്ഷാധികാരികളിൽ ഒരാളും കൂടെ ഉണ്ണികൃഷ്ണൻ മാഷോട്ട് വലിയ സൗഹൃദം സൂക്ഷിച്ചു. അങ്ങനെയാണ് ഞാൻ മാഷിനെ പരിചയപ്പെടുന്നത്. ഇവിടെ രണ്ടുപേർക്ക് ഒരുമിച്ചാണ് അക്കാദമി പുരസ്കാരം കിട്ടുന്നത്. അവിടെ വെച്ചാണ്. അതിന് മുമ്പേ എനിക്ക് മാഷിനെ അറിയാം. കാരണം മാഷിന്റെ പുസ്തകം കടലാസ് വിദ്യയല്ല, അതിന് മുമ്പ് ഇറങ്ങിയ പുസ്തകം അക്കാദമിയിലെ ചർച്ചയ്ക്ക് വരുമ്പോൾ ഞാൻ ആ ഗ്രൂപ്പിലുണ്ടപ്പോൾ വൈശാഖ മാഷാണ് അത് എന്നോട് പറഞ്ഞതെന്നുള്ളതാണ്. മാഷിനറിയാം, ഒരുപക്ഷെ വ്യക്തിപരമായിട്ട് അറിയില്ലെങ്കിൽ ഈ പുസ്തകത്തിലൂടെയൊക്കെ തന്നെ വൈശാഖ മാഷും എനിക്കൊന്നും ഉണ്ണികൃഷ്ണ മാഷും മുൻപേ തന്നെ അറിയാം. അപ്പൊ അങ്ങനെ ഒരാളെ നമ്മൾ തേടി പിടിച്ച് എന്നിട്ട് നിങ്ങളത് ആലോചിക്കണം. എങ്ങനെയാ ഉണ്ടായി, നമ്മൾ കൊണ്ടുവന്നുണ്ടായി. അത് ഈ നമ്മളിലുള്ള അല്ലെങ്കിൽ ഉപരിപ്ലവമായിട്ടുള്ള ആശയം, ചിന്താഗതികൾ സമന്വയിക്കുമ്പോഴാണ് അത്ര ആൾക്കാരെ നമ്മൾ തേടി പോകുന്നതും അവരെ നമ്മൾ ക്ഷണിക്കുന്നതും കൊണ്ടുവരുന്നതും അവിടെ പ്രസംഗം കേൾക്കാൻ നമ്മൾ കാതോർക്കണം. അതും അതിൻ്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെയാണ് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ നടപ്പാക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇത്തരം വലിയ ആശയങ്ങളുടെ ഒരു സമന്വയം തന്നെയുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. വെറുതെ ഒരു പേര് പറഞ്ഞിട്ടല്ല നമ്മുടെ പരിപാടി. ഇപ്പൊ കാവ്യ പുസ്തകമല്ലോ ജീവിതം ഇന്നത്തെ പരിപാടിയുടെ പേര്. ഉണ്ണികൃഷ്ണ മാഷിനെ പോലൊരാള് ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ്. അതായത് ഒരിക്കലും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞൊരു കാര്യം, ഞാൻ കവിയാകാൻ വേണ്ടി എന്റെ കവിതാ പ്രസ്ഥാനങ്ങളോട് സമർപ്പിക്കപ്പെട്ട ഒരാളല്ല എന്ന് അദ്ദേഹം തോന്നുന്നു. പക്ഷെ ജീവിതം കാവ്യ പുസ്തകമാണെന്ന് അക്കമിട്ട് നിരത്തി പറയുകയും ചെയ്യും.
അത് പല ഉദാഹരണങ്ങളിലൂടെയാണ് പറഞ്ഞത്. സ്വന്തം ഉദാഹരണങ്ങൾ മാത്രമല്ല, പല ഉദാഹരണങ്ങളിലൂടെ ചൂണ്ടിക്കാണിച്ച് സ്വന്തം കവിതയിലൂടെയാണ് അത് കടന്നു വന്നത്. വളരെ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ. അപ്പൊ ആ ടൈറ്റിൽ തന്നെ എത്രമാത്രം പ്രാധാന്യമുള്ള ഒരു ടൈറ്റിൽ, എത്ര വലിയ ആശയം അതിനകത്ത് ഉണ്ട്. ടീച്ചർ പ്രസംഗിച്ചോ പറഞ്ഞല്ലോ, ഇത് എത്ര ദിവസങ്ങൾ എടുത്താലും അത് തീരില്ല. ഉണ്ണികൃഷ്ണമാഷിന്റെ മാത്രമല്ല, ഈ പരിപാടിയിലേക്ക് അടുത്ത നവംബർ 6-ാം തീയതി വരാൻ പോകുന്നത് KGS ആണ്. രണ്ടുപേരും ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. രണ്ടുപേരും കൂടെയുള്ള ഒരു സംവാദം കൂടിയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ധാരാളം കവികളുണ്ട്. അത്തരം ഒരു പരിപാടിയിലേക്ക്, ആശയത്തിലേക്ക് പറവൂരിൽ നിന്ന് നമ്മൾ ഒരാളെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്നത് തന്നെ വലിയ പ്രത്യേകതയല്ലേ. അതെന്താ ഒരു മറ്റുള്ളവർക്ക് അത് തോന്നാതിരുന്നത് നമ്മൾ ആലോചിക്കണം. അപ്പൊ അപൂർവമായിട്ട് മാത്രം നമുക്ക് കിട്ടിയ ആ സന്ദർഭം പോലെ ഉപരിപ്ലവമാണ്, ആശയമാണ്, നല്ല ആശയമാണ്, അടിത്തറയുള്ളതാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ പുതിയ ആശയങ്ങൾ സ്വീകരിക്കുന്നതിനും അത് നടപ്പാക്കുന്നതിനും സാഹിതിയും തൃശ്ശൂർ ലിറ്ററേച്ചർ ഫോറം എപ്പോഴും മുൻപന്തിയിലാണ്. നമ്മൾ നടപ്പാക്കുന്ന എല്ലാ പരിപാടിയിലും അതിന്റെ പ്രത്യേകത ഉണ്ടെന്നുള്ളതാണ്. അതുണ്ടാവും തീർച്ചയായും. പിന്നെ സാംസ്കാരിക നായകൻ, ഇത് പൊതുവിൽ ഉപയോഗിക്കുന്ന ഒരു പൊതുഭാഷ. ഇത് ഏതെങ്കിലും ഒരു സാംസ്കാരിക നായകൻ എഴുത്തുകാരനെ കയറിയുന്ന മൈക്കിന് മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ സാംസ്കാരിക നായകൻ എന്ന് പറയാറില്ല. അത് ഞാൻ കേട്ടിട്ടില്ല ഒരു എഴുത്തുകാരൻ. നമ്മളാണ് അവരെ വിളിക്കുന്നത്, അവിടെയാണ് പ്രശ്നം. അതാണ് പ്രശ്നം. അത് നമ്മൾ വിളിക്കുന്നവർ ആദ്യം തിരുത്തപ്പെടുക എന്നുള്ളതാണ്. ഇപ്പൊ സച്ചിദാനന്ദ മാഷ്, ഇപ്പൊ നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന മാഷ് എന്നോട് പറയുകയുണ്ടായി, ഏറ്റവും ഉന്നതരായ ലോകോത്തര എഴുത്തുകാരൻ സാഹിത്യക്കാരൻ മനസ്സിലായി. സച്ചിദാനന്ദ മാഷ് എവിടെയെങ്കിലും കയറിയിട്ട് ഞാൻ വിശ്വസാഹിത്യകാരനായിരുന്നു, ഇത്തരത്തിൽ സാംസ്കാരിക നായകനെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഓർമ്മയിലില്ല, അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹത്തെ അത്തരത്തിൽ അവതരിപ്പിക്കുന്ന ആരാ? മാധ്യമങ്ങൾ, നമ്മൾ പൊതുജനങ്ങൾ. അപ്പൊ ഇത് കാലാകാലമായിട്ട് നമ്മൾ സ്വീകരിച്ചു വന്ന ഒരു വ്യവസ്ഥയുടെ തുടർച്ചയാണ്. അത് എളുപ്പമല്ല മാറ്റുന്നത്. മറ്റൊരു കാര്യം കൂടി ഞങ്ങൾ ചേർത്ത് വെച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെല്ലാ അതിഥികൾക്കും എല്ലാവരും വിമർശിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഇവിടെ വരുന്ന അതിഥികൾക്ക് നമ്മളൊരു സ്വീകരണം കൊടുക്കുന്നുണ്ട് സാധാരണഗതി. അപ്പൊ എല്ലാ പരിപാടികൾക്കും ഒരു 200, 300, 500 രൂപയുടെ ഒരു ഷാള് മേടിച്ച് അദ്ദേഹത്തെ സ്വീകരിക്കലാണ് പരിപാടി. ഞാനും ഇത്തരത്തിൽ പലയിടത്തും പ്രസംഗിക്കാൻ പോകുമ്പോഴും സ്വീകരണ പരിപാടികളിലും ഒക്കെ എനിക്കും കിട്ടാറുണ്ട്. ഈ ഷാളെല്ലാം കൂടി കൂട്ടി വെച്ചിട്ട് നമ്മൾ എത്തി ഒന്നും ചെയ്യാനില്ല. അവസാനം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇത് കത്തിച്ച് കളയാണ്. കാരണം ഇതുകൊണ്ടൊരു ഉപയോഗമുള്ള വസ്തുവല്ല. എന്തെങ്കിലും ഉപയോഗം ഷാളിനുണ്ടോ? നമ്മൾ മാത്രമാണ് കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മൾ എഴുതേണ്ട ഷാള് വേണ്ട. അത് അപരിഷ്കൃതമായ ഒരു നടപടി എടുത്തത്. പകരം എന്ത് ചെയ്തോളൂ, ഒരു മുണ്ട്, ഒരു പുരുഷ കേസരിയാണ് വേണമെങ്കിൽ മുണ്ട് കൊടുക്കും, സ്ത്രീയാണെങ്കിൽ നമ്മളൊരു സെറ്റ് മുണ്ട് കൊടുക്കും. അവർക്ക് ഓർക്കുമല്ലോ ഇതെടുക്കുമ്പോൾ ഇത് അവർ തന്നാല് ആ നയം നമ്മൾ നടപ്പാക്കിയില്ലേ. അപ്പൊ പല മാറ്റങ്ങൾക്കും കാരണമാകാൻ നമ്മൾ ഇപ്പം സാഹിത്യ അക്കാദമി ഇപ്പൊ ആ പാത പിന്തുടരുകയാണ്. ഷാൾ അവസാനിപ്പിച്ചു വന്നു. ആ ഷാളിന്റെ പരിപാടി അവരെ അവസാനിപ്പിച്ചു. കൃത്യസമയത്ത് പരിപാടി തുടങ്ങണം. ഇന്ത്യയിൽ എവിടെയും നടക്കണോ? ഇവിടെയാണ് നടക്കുന്നത്. 3 മണി എന്ന് പറഞ്ഞാൽ 3 മണിക്കാണ് പരിപാടി. കൃത്യം 3 മണിക്ക് തുടങ്ങും. ഇന്ന് ഭാഷ വേണ്ടി മാത്രം 10 മിനിറ്റ് മാറ്റി വെച്ചാണ്. തുടങ്ങുന്ന സമയം അവസാനിക്കുന്ന സമയം നമ്മൾ മുൻകൂട്ടി പറയുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നുണ്ട്. എത്ര പേര് ചെയ്യുന്നുണ്ട്? അപ്പം അത്തരം ഒരുപാട് പുതിയ കാര്യങ്ങൾക്ക് തുടക്കമിടാൻ നമ്മളെപ്പോലുള്ള ഒരു സാധാരണ സാഹിത്യ സംഘത്തിന്, എഴുത്തുകാർക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് പ്രാവർത്തികമാക്കാവുന്നതാണ്. എന്തായാലും നമ്മൾ ഇതുവരെ അഭിസംബോധന ചെയ്തതിൽ കുലപതികൾ എന്നുള്ള വിശേഷമാണ് പലപ്പോഴും പറയുന്നത്. ഒരിക്കലും വസന്ത മാഷിയോ സാനുമാഷോ ലീലാ ടീച്ചറൊക്കെ വന്നിട്ടുള്ളവരാണ്. അവരെ സാഹിത്യ കുലപതികൾ എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ അത് ഉണ്ണികൃഷ്ണ മാഷോ എനിക്കോ ഒന്നും ഭൂഷണമാകില്ല. അത് അവർക്കുണ്ട്. അതിനകത്ത് കാരണം അവർ ഗുരുസ്ഥാനീയരാണ്, അത് അർഹിക്കുന്നുണ്ട്. പക്ഷെ സാംസ്കാരിക നായകർ എന്നുള്ള പ്രയോഗം പൊതുവിൽ നമ്മുടെ വേദികളിൽ കുറവ് തന്നെയാണ്. പൊതുവിൽ അത് സത്യവുമാണ്. എങ്കിലും അതിനെക്കുറിച്ച് അത് മാത്രമായിട്ട് ഒരു ടോപ്പിക്കായിട്ടുള്ള ചർച്ചയ്ക്കുള്ള സംഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് ഉൾപ്പെടുന്ന മാറ്റങ്ങളുടെ ചർച്ച നമ്മൾ തുടക്കമിട്ടതാണ് കഴിഞ്ഞ ആഴ്ച നടത്തിയ ഭാഷാ സംബന്ധമായ പരിപാടി. എൻ്റെ മലയാളം പരിപാടിയിൽ ഇതെല്ലാം വരേണ്ടതാണ്. അത് വലിയ പദ്ധതിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. ആ പദ്ധതിയിൽ ഇത്തരം നിർദ്ദേശങ്ങൾ ചർച്ചയായിട്ട് തന്നെ കടന്നു വരുന്നത് ഉചിതമായിരിക്കും. അത് പരിഗണിക്കുകയും ചെയ്യാം. ഈ ചോദ്യങ്ങൾ തുടരാൻ ഉണ്ണിമാഷോടുള്ള അല്ലെങ്കിൽ ചെയ്യും. ഈ ചോദ്യം ചോദിച്ചതിന് ശേഷം എനിക്ക് പെട്ടെന്ന് പോകണം. അതുകൊണ്ട് ഞാൻ ക്ഷമനായിട്ട് പറഞ്ഞു. സാഹിത്യം ഇതുവരെ നടത്തിയിട്ടുള്ള സാഹിത്യയിൽ വന്നിട്ടുള്ള അതിഥികളിൽ ഏറ്റവും കവിതയെക്കുറിച്ച്, കവിതയുടെ സ്വഭാവത്തെക്കുറിച്ച്, കവിതയുടെ ക്യാരക്ടറിനെ കുറിച്ചിട്ടാണ് സംസാരിച്ചത്. അത് വളരെ
ഇൻഫോർമാറ്റീവായിട്ട് അതേസമയം തന്നെ ഒരു കവി എന്ന നിലയ്ക്ക് വളരെ താതാത്മ്യം പ്രാപിക്കുന്ന ചിന്തകളുമായിട്ട് അവിടെ തന്നെ ഇരുന്നിട്ട് കുറെ ചിന്തകളിലേക്ക് പോകാൻ സഹായിച്ചു. സാറിന് അതിന് നന്ദിയുണ്ട്. എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, കവിതയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ചോദിക്കാനുള്ളത്, സാറ് നാടക പ്രവർത്തകനും കൂടിയാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ കവിതയിൽ സാധാരണ പൊതുവെ കവിതയിലുണ്ട്, പ്രത്യേകിച്ച് ആധുനിക കവിതകളിൽ ഞാൻ എസ് കണ്ണനൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത്, പല കവിതകളും മറ്റുള്ളവരുടെ കവിതകളും ഞാൻ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ അദ്ദേഹം പറയുന്ന ചില അഭിപ്രായങ്ങളിൽ ഒരു ഡ്രാമയില്ല എന്ന് പറയും. ഈ കവിതയിൽ ഒരു ഡ്രാമയില്ല. അപ്പൊ പ്രത്യക്ഷത്തിൽ എനിക്ക് നല്ലത് എന്ന് തോന്നുന്ന ഒരു കവിതയോ അപ്പോഴാണ് ഞാൻ ആ രീതിയിൽ ചിന്തിക്കുന്നത് ശരിയാണ്, ഒരു ഡ്രാമയില്ല. അപ്പൊ കവിതയുടെ ഒരു മാനദണ്ഡം അതിൽ ഉൾച്ചേർന്നിരിക്കുന്ന ഒരു ഡ്രാമ കൂടിയാണ്. പ്രത്യേകിച്ച് പുതിയ കവിതകളിലുള്ള ഒരു നാടകാന്തരം കവിത്വം എന്ന് നമ്മൾ പറഞ്ഞു വെച്ച ഒരു വാക്കുണ്ടെങ്കിൽ കൂടി കവിതയുടെ ഉൾക്കനം അതിന്റെ ഒരു ഡ്രാമാറ്റിക് വേവ് ആണെന്നുള്ള ഒരു ചിന്ത എന്നിലും കടന്നുകൂടി. ഞാൻ ആ ഒരു ഇതിലൂടെയാണ് പിന്നീട് കവിതകൾ വായിക്കാറ്. ഞാൻ എൻ്റെ കവിത തന്നെ എഴുതി കഴിഞ്ഞാൽ മാഷ് പറഞ്ഞ പോലെ നമ്മളിപ്പോ ഒരിക്കലും ഒരു ലക്ഷ്യം വെച്ചിട്ടല്ല പലപ്പോഴും എഴുതുക, നമ്മളൊരു അന്തർയാത്രയുടെ ഒരു ഭാഗമായിട്ടായിരിക്കും നമുക്ക് വാക്കുകൾ വരിക. പക്ഷെ അത് കഴിഞ്ഞ് നമ്മളൊരു വായനക്കാരനായിട്ട് സ്വന്തം കവിതകളെ നിഷ്പക്ഷമായിട്ട് വായിക്കുമ്പോൾ ഞാൻ ഇപ്പൊ അവലംബിക്കുന്ന ഒരു കാര്യം, ഒരു ഡ്രാമ അതിലുണ്ടോ എന്നുള്ളതാണ്. നമ്മളൊരു ഡ്രാമാറ്റിക് ആയിട്ട് പിടിച്ചിരുത്തുന്ന ഒരു ശൈലിയോ ഒരു കണ്ടന്റോ അതിലുണ്ടോ എന്നുള്ളതാണ്. ഞാൻ സാറിനോട് അത് ചോദിക്കാൻ കാരണം, സാറ് നാടക പ്രവർത്തകനായിരുന്നു. സാറിന്റെ ഈ കവിത ഒരു ക്രിയേറ്റർ എന്ന നിലയ്ക്ക് കവിതയെ സമീപിക്കുമ്പോൾ അല്ലെങ്കിൽ കവിതയെ എഴുതുമ്പോൾ ആ നാടക പരിചയം അല്ലെങ്കിൽ ആ നാടകീയത, സാറിന്റെ മനസ്സിലുള്ള നാടകത്തിനോടുള്ള ആഭിമുഖ്യം മറ്റൊരു കലയാണ്. അത് സാറിന് അത് ബോധപൂർവമോ അബോധമോ ആയിട്ട് അത് ഗുണം ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ സാർ അങ്ങനെ ഒരു സാന്നിധ്യം കവിതയിൽ അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നന്ദി. നല്ലൊരു ചോദ്യമാണ്. അതായത് തീർച്ചയായിട്ടും അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം, എൻ്റെ കവിത എന്ന് പറഞ്ഞാൽ നാടകം തന്നെയാണ്. നാടകം തന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ വേറെ ഉദാഹരണങ്ങളും ഞാൻ പറയുന്നില്ല. അതായത് നാടകമാണെന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കവിതയിൽ ഒരു ആക്ഷൻ എപ്പോഴും ഒരു ക്രിയയുണ്ട് അതിനകത്ത്. അത് വെറുതെ ആശയത്തിൻ്റെ ചിന്തയിൽ മാത്രം നിൽക്കുന്ന ഒരു രൂപമല്ല, അതിൽ ഒരു പ്രവർത്തനമുണ്ട്. ആ പ്രവർത്തനം ജീവിതത്തിനോടുള്ള നമ്മളുടെ ഒരു സമീപനത്തിനെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ആ പ്രവർത്തനം നടത്തുന്നത്. ഇപ്പം ഞാൻ അത് ഒരു എഴുത്തെന്ന് പറഞ്ഞാൽ, കവിത എഴുത്തെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും നമ്മളെ തന്നെ രൂപപ്പെടുത്തുകയാണ്. എഴുതുന്ന അയാളെ തന്നെയാണല്ലോ രൂപപ്പെടുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കവിത ഒരാൾ നന്നായിട്ട് എഴുതിയതിന് അടുത്ത കവിത നന്നാവണമെന്നില്ല. ഓരോ കവിതയും എഴുതുന്നതും ഒരു വെല്ലുവിളി തന്നെയാണ്. കാരണം ഓരോ കവിതയിലും അയാളുടെ ആറ്റിറ്റ്യൂഡ്, ജീവിതത്തിനുള്ള സമീപനം അയാൾ രൂപപ്പെടുത്തിയെടുക്കുന്നുണ്ട്. നമുക്ക് വളരെ എളുപ്പമായ ചില വഴികളുണ്ട്. ഈ കാരണവന്മാർ വഴിയൊക്കെ കുത്തി നടക്കുന്ന പോലെ നടക്കാൻ വിഷമമുണ്ടെങ്കിൽ നമുക്ക് ദാർശനികമായ ചില കാര്യങ്ങളെ നമുക്ക് സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട്. ദാർശനികമായ കുടുക്കുകളുണ്ട്. നമുക്ക് എന്തെങ്കിലും ദുഃഖം വരുമ്പോൾ നമ്മൾ ദാർശനികമായിട്ട് ഒരു വലിയ നമ്പർ ഇട്ടിട്ട് അതിനെ പരിഹരിക്കാനൊക്കെ നോക്കും. അങ്ങനെ അല്ലാതെ നിങ്ങൾ ജീവിതത്തിനോട് ഉള്ള നിങ്ങളുടെ സമീപനം എന്താണ്, ആ സമീപനം നിങ്ങളുടെ കവിത രൂപപ്പെടുത്തുന്നുണ്ടോ എന്നതാണ് എൻ്റെ പ്രശ്നം. അത് ഓരോരുത്തർക്കും ഓരോന്നാണ്. എൻ്റെ കവിത ഡ്രാമയായിട്ട് ആവിഷ്കരിക്കാൻ ഒരു ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. എനിക്ക് പറഞ്ഞു ഈ അക്ബറീത് വരച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന പറഞ്ഞ എൻ്റെ ഒരു കവിതയുണ്ട്. അതിപ്പോൾ എൻ്റെ എനിക്കില്ല വായിക്കാനായിട്ട്, ഉണ്ട്, പുസ്തകത്തിലുണ്ടെന്ന് തോന്നുന്നു. കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന അതെങ്ങനെയാണെന്ന് വെച്ചാൽ അല്ല, അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. ഞാൻ പറയുന്നത്, അപ്പൊ എൻ്റെ എല്ലാ കവിതയിലും ഒരു തിയേറ്ററുണ്ട്, ഒരു ആക്ഷനുണ്ട്. അത് ഒരുപക്ഷെ ഞാൻ നാടകപ്രവർത്തനമായതുകൊണ്ട് സംഭവിക്കുന്നതാണ്. പൊതുവെ കവിതകൾ എന്ന് പറഞ്ഞാൽ അതൊരു വിചാര ലോകത്തിൽ മാത്രമാണ് നിൽക്കുന്നത് മലയാളത്തിൽ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എൻ്റെ കവിതയിൽ ഇപ്പൊ ഇതിലുണ്ടൊരു തിയേറ്റർ, ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ കവിതയിലുണ്ട് തിയേറ്റർ, ഇവിടെ അമ്മ നിൽക്കുന്ന മറ്റൊരു. അപ്പോൾ എൻ്റെ കവിത വസ്തുനിഷ്ഠമാണ്. പറയുന്നത് കവിത പൊതുവെ വിചാര ലോകത്തിൽ മാത്രം, പ്രത്യക്ഷ ലോകത്തിൽ നിൽക്കാതെ വിചാര ലോകത്തിൽ മാത്രം നിൽക്കണം എന്നൊക്കെ ഉള്ള അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ എൻ്റെ കവിത അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്
ഒരു പ്രത്യക്ഷ ലോകത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ വേറൊരു കവിത ഉണ്ട്, അതെനിക്ക് വായിക്കാൻ പറ്റില്ല. ഇന്ന് രാവിലെയും ഞാൻ എഴുതി തലകുത്തി പറഞ്ഞാൽ ഒരാഴ്ച മുമ്പ് എഴുതി പൂർത്തിയാക്കിയ ഒരു കവിതയാണത്. കാസിരക്കയിൽ നിന്നാണ് എഴുതുന്നത്. കാസിരക്കയിൽ അതുപോലെ 12 വരെ. അപ്പൊ ആ കവിത എഴുതിയിട്ട് ഞാനൊരു പ്രത്യേക രൂപത്തിൽ എത്തിച്ചു. അത് എത്തിച്ചു കഴിഞ്ഞിട്ട് ഞാനത് ഒരു പത്രാധിപർക്ക് എടുത്തുകൊണ്ട് അവരത് വിട്ടു എന്ന് പറഞ്ഞ് എന്നെ അറിയിക്കുകയും. അപ്പൊ എനിക്കൊരു സമാധാനം കിട്ടത്തില്ല. ഞാൻ ഇന്നലെ പുള്ളിക്കൊരു അറിയിപ്പെട്ടു, ഞാൻ ഒന്നും കൂടെ പറഞ്ഞിട്ട് അത് പബ്ലിഷ് ചെയ്താൽ മതി. കാരണം എന്തോ അതിൽ നിന്ന് എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. രാത്രിയൊക്കെ എന്നിട്ട് ഉറക്കം വരുന്നില്ല, അത് ശരിയാകാൻ. എന്നിട്ട് ഞാൻ തന്നെ തികച്ചും അപ്രതീക്ഷിതമായ ഒരു ആറ്റിറ്റ്യൂഡിലാണ് കവിത കൊണ്ടു ഫിനിഷ് ചെയ്തു. അതിൻ്റെ ഒരു പണിയിലായിരുന്നു നിങ്ങൾ പറഞ്ഞത്. ഞാൻ കാസിരംഗ കവിതെന്ന് വെച്ചാൽ കാസിരംഗ അറിയാമല്ലോ, കണ്ണാമ്പലത്തിനെ കാണുന്ന നാഷണൽ പാർക്കാണ്. അതിനെ കാണാൻ പോകുന്നതാണ്. അതിനെ കാണാൻ പോയിട്ട് അവിടെ ഈ ഒരൊറ്റ കണ്ണാമ്പലത്തിനെ പോലും കാണാനായിട്ട് കഴിയുന്നില്ല. ഞാൻ പി രാമചന്ദ്രൻ്റെ കൂടെയാണ് പോകുന്നത്. എൻ്റെ വൈഫുണ്ടായിരുന്നു. ഞങ്ങൾ 5-6 പേര്. കണ്ണാമ്പലത്തിന്റെ നാഷണൽ പാർക്കാണ്. കണ്ണാമ്പലം മാത്രം അവിടെ ഇല്ല. അവിടെ ചെന്ന് ഞങ്ങൾ ഈ കണ്ണാമ്പലത്തിന്റെ പ്രദേശം പുല്ല്, വലിയ നീണ്ട പുല്ലൊക്കെ ഉണ്ട്, വേലടിയൊക്കെ പോകുമ്പോൾ അതൊക്കെ ഇങ്ങനെ ദൂരെ കിടക്കുമ്പോൾ വിചാരിക്കുന്നു അവിടെ ഉണ്ട് കണ്ണാമ്പലം വിചാരിച്ച് നോക്കുമ്പോൾ കണ്ണാമ്പലമില്ല. അങ്ങനെ ഞങ്ങള് വളമൊക്കെ കയറി ഞാൻ ചെന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കില്ല, കാണുന്നൊരു കാര്യമൊക്കെ അവിടെ കാടിട്ടുള്ളിൽ നിൽക്കുക. ആര് കാണ്ടാവുകളല്ല, ഒരു JCB. അതിങ്ങനെ മരമൊക്കെ പറിച്ച് പൊടിച്ച് അവിടെ ഇവിടെ ഒക്കെ തീർത്തിട്ടുണ്ട്. ഇത് കണ്ടൊരു കാര്യം. അപ്പൊ ഈ JCB കണ്ടോടുകൂടി ഞങ്ങൾക്ക് രസമായി. കാരണം അവിടെ വരെയും കാണാവുന്ന അപ്പൊ അതില് രണ്ടാമത്തെ അപ്പൊ പി രാമേന്ദ്രൻ പറയുന്നുണ്ട്. പി രാമേന്ദ്രൻ കവിയാണല്ലോ, വലിയ കവിയാണ്. പുള്ളി പൊളിഞ്ഞിട്ട് പറയാണ്, ആസനം കൂടി കാട്ടി തരികില്ല അതുങ്ങൾ നമ്മളെ, അത്രയ്ക്ക് യോഗ്യരല്ലേ നമ്മൾ ഈ കാലം പിന്നെ എന്ന് പറയുന്നുണ്ട് പുള്ളി. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ഈ JCB കണ്ടു. JCB കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാല് ഞാനൊരൊറ്റ പോയി. JCB നമ്മളോട് നിൽക്കുന്ന രണ്ട് കുറിച്ച് പറയുന്ന സാധനമാണ്. നമ്മൾ പ്രതീക്ഷിച്ചു പോയ കാണാനില്ല. ഇതവിടെ കാണുന്നത് എന്താണ്? ആ നാഷണൽ പാർക്കിന് ഭാവിയിൽ ഒരു 2050 നാഷണൽ പാർക്ക് ഉണ്ടാവുമോ? കണ്ടത് അവിടെയൊക്കെ JCB അവിടെ ചിലപ്പോൾ ഫ്ലാറ്റോ സമുച്ചയങ്ങളോ ഒക്കെ ഉണ്ട്. അപ്പൊ അതിലുള്ള തിയേറ്റർ എന്താണെന്ന് വെച്ചാൽ ഞാൻ പോകുന്നതാണ്. ഞാൻ പൂവിനെ ഞാൻ ആനന്ദ താളത്തിൽ കാണും. എന്നിട്ട് പൂവിന്റെ ഒരു 2 ചുവടങ്ങൾ കേൾക്കുന്നു. അതാ ഞാൻ എഴുതിയിരുന്നത്. അപ്പൊ അവിടെ അത് ശരിക്കും തിയേറ്ററായിട്ട് ചെയ്യാം. മനസ്സിലായില്ലേ? തിയേറ്ററായിട്ട് ചെയ്യുന്ന വെച്ചാൽ എല്ലാ കവിതയിലും ഡ്രമാറ്റിക് മോണോകളും എന്നൊരു കാവ്യ വിഭാഗം തന്നെ. ഡ്രമാറ്റിക് മോണോകൾ ലോകത്തില് റോബർട്ട് ബ്രൗണിംഗ് എന്ന് പറഞ്ഞ ആൾക്കാരുടെ ആശാന്മാര്. അപ്പൊ ഈ റോബർട്ട് ബ്രൗണിങ്ങിന്റെ കവിത ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതില് കൃത്യമായിട്ടൊരു ഡ്രാമയായിട്ടും ആ അർത്ഥത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. റൊമാൻറ്റിക് മോണോലോ എന്നതിന് പറയുന്നത്. ഷേക്സ്പിയറിന്റെ കവിതകൾ തന്നെ ആ ഇനത്തിൽപ്പെട്ടതാണ് റൊമാൻറ്റിക് മോണോലോ. അപ്പൊ കവിതയും നാടകമായിട്ട് അത്രയും ബന്ധമുണ്ട്. പല കവിതകളിലും കാണും ആ ഒരു തിയേറ്ററിന്റെ സാധ്യത ഉണ്ടെന്നുള്ള മാത്രമല്ല ഇത് ഒരുപക്ഷെ ഞാനും നിലവിൽ പല കവികളുമായിട്ട് വിയോജിപ്പുണ്ടാകാവുന്ന ഒരു സാധ്യത. പല ആൾക്കാരും കവിത വിചാരലോകത്തിൽ മാത്രം നിൽക്കുന്നതാണ് എന്ന് പറയാറുണ്ട്. അതൊക്കെ ഓരോന്നിനും ശരിയുമാണ്. പക്ഷെ എൻ്റെ അഭിപ്രായം കവിത പ്രത്യക്ഷ ലോകത്തിൽ നിൽക്കണമെങ്കിൽ അത് മനസ്സിലാവണം. ഈ മാമ്പഴം എന്ന് പറഞ്ഞ കവിതയിൽ ഒരു തിയേറ്റർ ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ അതുകൊണ്ട് കവിതയിൽ തിയേറ്റർ ഉണ്ടാവുമെങ്കിൽ അത് ഉണ്ടാകുമെങ്കിൽ അത് വലിയ ഗുണമാണ്. അതിന് ലോക സാഹിത്യത്തിൽ നിന്നൊക്കെ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാറുണ്ട്. ബർത്തോൾഡ് ബ്രെക്റ്റിന്റെ ഒക്കെ കാര്യങ്ങൾ പറയാറുണ്ട്. അവരുടെ എല്ലാം വലിയ കവിയാണ്. അയാളുടെ ഇപ്പൊ ഒരു കവിത ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത്, അതിന്റെ ഇംഗ്ലീഷ് വേർഡ്സ് അല്ല, പുലാൻ ജലാലിന്റെ ചെരുപ്പൂട്ടികൾ ഏകദേശം പറയാം. അത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാല്
അവിടെ മുഴുവൻ ആ ഗ്രാമത്തിന് കൊതുകടി മൂത്തിട്ട് മലേറിയ പോലെയുള്ള അസുഖം കൊതുക് വലിക്കുന്ന രോഗം പിടിച്ചിട്ട് ആൾക്കാർ ചത്തുകൊണ്ടിരിക്കുക. അപ്പം അവിടെ കോർപ്പറേറ്റുകളിലെ എല്ലാവരും മീറ്റിംഗ് നടക്കും. മീറ്റിംഗ് നടക്കുമ്പോൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ എല്ലാവരും കൂടെ കാശ് പിടിച്ചിട്ട് അവിടെ ലെനിൻ്റെ പ്രതിമ സ്ഥാപിക്കാനുള്ള ശ്രമത്തില്ല. അപ്പോൾ അതിൽ ഒറ്റ എഴുന്നത് അവിടുത്തെ ആ ചെരുപ്പ് കുത്തി അവൻ്റെ പനി പിടിച്ച് വിളക്കുന്ന കൈകൊണ്ട് അവൻ്റെ അവസാനത്തെ നാണയവും കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ചർച്ച നടത്തിയതിൻ്റെ തീരുമാനത്തിൽ അങ്ങനെ ഓരോരുത്തരും പറിക്കുന്നതിന് വേണ്ടി നാണയം കൊടുക്കുന്ന ഒരു പണിയാണ് അവിടെ നടക്കുന്നത് പ്രതിമമായി. അപ്പം അതിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു നമ്മൾ ഈ പ്രതിമയല്ല വിളവെക്കേണ്ടത്, നമ്മൾ അതിന് വേണ്ടി പൈസ പിടിച്ചിട്ട് ഈ അസുഖത്തിന് കൊതുകുനശീലത്തിന് ആവശ്യമായ മരുന്നാണ് വിതരണം ചെയ്യേണ്ടത് എന്നാണ്. അതാണ് പുനഃ ചെറുപ്പം ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു തിയേറ്ററുണ്ട്. ഞാൻ പറഞ്ഞാൽ അത് വേണമെന്നൊരു നാടകമാക്കാം. അപ്പോൾ കവിതയിൽ പൊതുവെ തിയേറ്റർ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തിയേറ്റർ ഉണ്ടാകുമെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. അപ്പൊ കുടിയൊഴിക്കൽ പോലുള്ള കവിതയിലൊക്കെ തിയേറ്ററുണ്ട്. മനസ്സിലായില്ലേ? കുടിയൊഴിക്കൽ പോലുള്ള കവിതകളൊക്കെ തിയേറ്ററുണ്ട്. ഒരു ട്രാൻസ്ലേഷൻ ക്യാമ്പ് അന്നായിട്ട് എന്താ അതെ, അന്ന് ഞങ്ങളൊരു ട്രാൻസ്ലേഷൻ ക്യാമ്പ് പങ്കെടുത്തപ്പോൾ ആറ്റൂർ രവിവർമ്മ സാറായിരുന്നു അതിൻ്റെ ഡയറക്ടർ. അതിൻ്റെ വർണ്ണത്തി ഡയറക്ടേഴ്സാണ് ആയിരിക്കുന്ന വസന്ത ഭാഷ. ഞാനൊക്കെ പങ്കെടുക്കുക മലയാളം കവിതകളും ഇംഗ്ലീഷിലേക്ക് ആക്കുന്ന ഒരു പണി. പല ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് ചെയ്തതാണ്. അപ്പൊ ഞാനൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഒരു കവിത ഈ കുടിയൊഴിക്കലാണ്. ഈ ഇംഗ്ലീഷിലേക്ക് ആക്കുന്നത് ഒരു ട്രാൻസ്ലേഷൻ ക്യാമ്പായിരുന്നു. ഇടശ്ശേരിയുടെ പുരപ്പണി എന്നുള്ള കവിതയും ട്രാൻസ്ലേഷൻ കുടിയൊഴിക്കലിന്റെ കവിതയുമാണ് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് അന്ന് ശ്രമിച്ചത്. അപ്പൊ അതൊക്കെ എന്തൊരു തിയേറ്ററാണ് ഈ ആ കവിതയില്. മറ്റു പൂച്ചെടി തിന്നു നോക്കാൻ മുട്ടനാടിൽ ഉണ്ടാകുന്ന പറഞ്ഞിട്ട് പോകുന്ന വലിയതാണ് കുടിയൊഴിക്കൽ. അയാളുടെ ഒരു മിഡിൽ ക്ലാസ് ആത്മപരിചയന്റെ മുഴുവൻ വിഷയവും കൊണ്ടുള്ള ഒരു കവിതയാണ്. അപ്പൊ കവിതയിൽ തിയേറ്റർ എന്ത് സുഹൃത്ത് നിങ്ങൾ എഴുതുന്നതിൽ അങ്ങനെ വന്നാൽ നല്ലതാണ്. അങ്ങനെയൊക്കെ എനിക്ക് വളരെ ഞങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരാണ്. എൻ്റെ വീട്ടിലും താമസിക്കുന്നത് ചെയ്തിട്ടുണ്ട്. എല്ലാ കവിതയിലും തിയേറ്ററുണ്ട്, ഒരു സംശയവും ഉണ്ടായിരുന്നു. ഇനി ആർക്കെങ്കിലും ചോദ്യങ്ങൾ? ഞാൻ പറയുന്ന ഒരു സുഹൃത്തുക്കളുള്ള ഒരു കാര്യം, ഏതൊരു എഴുത്തും അവനവനെ തന്നെ രൂപപ്പെടുത്തില്ല. നിങ്ങളൊരു എഴുതുമ്പോൾ നമ്മൾ അവനവനെ തന്നെയാണ് രൂപപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾക്ക് എഴുതുന്ന ആൾക്ക് അയാളോട് തന്നെയുള്ളൊരു വെല്ലുവിളിയാണ് ഉള്ളത്. അയാളോടുള്ള ഒരു വെല്ലുവിളിയാണ്. അതായത് നമ്മളെ എത്രമാത്രം കൃത്യമാക്കുന്നു എന്നുള്ളത് എഴുതുന്ന കവിതയില്ല. നമ്മുടെ മനസ്സിനെ നമ്മൾ എത്രമാത്രം കൃത്യമാക്കുന്നു എന്നതാണ് ഇതിനകത്തെ പ്രശ്നം. ഒരു കവിതയിൽ നിന്ന് നിങ്ങളൊരു പ്രശ്നത്തിനെ അഭിമുഖീകരിക്കും. അപ്പോൾ നമ്മുടെ മനസ്സിനെ ആ പ്രശ്നത്തിനെ നമുക്ക് എങ്ങനെ കൃത്യമാക്കുന്നു, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ. അതുകൊണ്ടാണ് എഴുത്തൊരു ബുദ്ധിമുട്ടുള്ള പണിയാകുന്നത്. അത് വെറുതെ ശീലമുള്ള ഒരാൾക്കിപ്പോൾ ഈ 10 ആളുകൾ കൂടി ഇതിനെപ്പറ്റി ഒരു കവിത എഴുതുന്നുണ്ട്. ഒരു കവിത വരികളിൽ നമ്മൾ എഴുതി വയ്ക്കുന്നതല്ല കവിത. നമ്മുടെ മനസ്സിൻ്റെ ഒരു കവിത എഴുതുമ്പോൾ നിങ്ങളുടെ മനസ്സൊരു 0.00001 അത്ര ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് മാറും. വലിയ നല്ലൊരു ചോദ്യമായിരുന്നു. ഇനി ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഉണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് വേണം. ഇല്ല എന്ന് കരുതുന്നു.
ഉണ്ടോ? ഓക്കെ. അപ്പോൾ നമ്മുടെ പരിപാടിയുടെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുന്നത് ഏറ്റവും ദീർഘവും നല്ല ആശയസമ്പന്നവുമായിരുന്നു ഉണ്ണികൃഷ്ണൻ സാറിന്റെ പ്രഭാഷണം എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഒത്തിരി കാര്യങ്ങളെ പരാമർശിക്കുകയാണ്. ഒരു പക്ഷേ നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു കവിയെ വിളിച്ച് നമുക്ക് കിട്ടുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ശൈലിയായിരുന്നു ഭാഷ സ്വീകരിച്ചത്. അത് വളരെ നവ്യമായ ഒരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. സംശയമൊന്നുമില്ല കാര്യത്തിൽ. ഒരുപക്ഷെ ചില കവികളെങ്കിലും തുറന്നു പറയാൻ മടി കാണിക്കുന്ന കാര്യങ്ങളെ കൂടി വളരെ വസ്തുനിഷ്ഠമായിട്ട് പുള്ളി പറഞ്ഞു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ അങ്ങനെ കവികളെന്ന് മാത്രമല്ല, എഴുത്തുകാരും തന്നെ ചില കാര്യങ്ങൾ മൈക്കിന്റെ മുന്നിൽ നിന്ന് അത്ര ഓപ്പണായിട്ട് സംസാരിക്കുന്ന ദുർലഭം. പക്ഷെ അത് മടി കാണിക്കാതെ ആ മനസ്സ് തുറന്ന നാട്ടുപുറത്തിന്റെ നന്മ കൂടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ആ നന്മയ്ക്ക് നമോഭാഗം ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദിയുണ്ട്. ഈ പരിപാടിയുടെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുന്നതിന്റെ അവലോകനവും കൃതജ്ഞത രേഖപ്പെടുത്തുന്നതെന്ന് ശ്രീ ജയചന്ദ്രനാണ്. അതിനു വേണ്ടിയിട്ട് ശ്രീ ജയചന്ദ്രനെ മേനോനെ ക്ഷണിക്കുക. ബഹുമാന്യ അതിഥി ശ്രീ ഉണ്ണികൃഷ്ണൻ സാർ, നമ്മുടെ ടീച്ചർ ആദിഷ ടീച്ചർ, പിന്നെ രത്ന ചേച്ചി, പിന്നെ ചന്ദ്ര സാർ പോയി, ഒരു നോവലിസ്റ്റ് രവി സാറ്, പിന്നെ എൻ്റെ ബഹുമാന്യ അധ്യാപകൻ ശ്രീ എസ് കെ വസന്ത സാറ്. ഞാൻ ഇന്ന് എൻ്റെ റോളെന്ന് പറഞ്ഞാൽ തെറ്റെന്ന് പറയുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഇന്നത്തെ മൊത്തത്തിലൊരു അവലോകനം കൂടി ഞാൻ പറയുന്നു. അപ്പോൾ കുറച്ചും ഒരു സംസ്കാരത്തെക്കുറിച്ച് ചോദിക്കും. സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുത്ത്, ഭാഷ, അക്ഷരം, എൻ്റെ പരിമിതമായ അറിവിൽ നിന്നും പറയുന്നു. എനിക്കത്ര വലിയ നിങ്ങളത്ര അറിവുകളോ അങ്ങനെ സാഹചര്യങ്ങളോ ഒന്നുമില്ല. അപ്പം വായിച്ചുള്ള അറിവ് മാത്രമേ ഉള്ളൂ. ആ അറിവ് എഴുത്ത്, ഭാഷ, അക്ഷരം ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് സംസ്കാരം എന്ന് പറയുന്നത്. എല്ലാ മേഖലയിലും അത് ഏത് വ്യക്തിയാണെങ്കിലും ജീവിതം നമ്മൾ ഉൾപ്പെട്ട് വരുന്നത് സംസ്കാരത്തിൽ നിന്ന് തന്നെയാണ്, ഒരു സംശയമില്ല. ആദ്യം അങ്ങനെ ഒരു ഇത് ചോദ്യം വന്നുകൊണ്ട് ആണ് ഞാൻ അതിന് ഉത്തരം പറഞ്ഞു. എൻ്റെ റോൾ അതല്ല, നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ റോള്. അപ്പം കൃതജ്ഞത പറയണം. അപ്പം ആദ്യം ഞാൻ പ്രധാനമായിട്ട് പറയുന്നത് നമ്മുടെ സരസ്വതി ടീച്ചർ ആദ്യം നമ്മളെ ഇത് പറഞ്ഞു. അപ്പം വളരെ ഭാഷാഭാരതത്തെക്കുറിച്ച് പറഞ്ഞു. ഭാഷാഭാരതത്തിലേക്ക് ടീച്ചറിൻ്റെ അറിവ്, കാരണം ഞാൻ പറയില്ലേ, ആദ്യമായിട്ടും നമുക്ക് എല്ലാം കിട്ടുന്ന അറിവുകളെല്ലാം നമുക്കൊരു നാണയക്കല്ലുകളാണ് ജീവിതത്തിലും എല്ലാത്തിലും. രണ്ടാമത് ഉണ്ണികൃഷ്ണൻ സാറ് അധ്യക്ഷനായിട്ട് നമ്മുടെ മാന്യാതിഥി എൻ ജി ഉണ്ണികൃഷ്ണൻ സാറിനെ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ പച്ചയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കവിത എന്താന്ന്, കവിതയിൽ ഉരുപ്പെടുന്ന ഉറവെടുക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ പെയിൻ അത് എത്രത്തോളം സഹിച്ചിട്ടാണ് അദ്ദേഹം എന്നല്ല എല്ലാവരും ഈ സാഹിത്യ പ്രവർത്തകരെല്ലാം ചെയ്യുന്ന ഒരു അർത്ഥവത്തായിട്ടുള്ള കാര്യം അദ്ദേഹം വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു. അത് നമുക്ക് ഉൾക്കൊള്ളാനും അത് അനുസരിച്ച് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാനും പറ്റുന്നവർക്ക് ചെയ്യാം. പക്ഷെ ഓരോരുത്തർക്കും ഓരോ മെത്തേഡാണ്. അതും അദ്ദേഹം പറഞ്ഞു. എൻ്റെ തന്നെ ആയിരിക്കണം എന്നില്ല നിങ്ങളുടെ അനുഭവങ്ങളൊന്നും. പക്ഷെ അത് ഓരോരുത്തർക്കും. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, മാമ്പഴത്തിൻ്റെ നമ്മുടെ വൈരപ്പള്ളി സാർ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്. വൈരപ്പള്ളി സാർ പറഞ്ഞ നമ്മുടെ അമ്മയുടെ ചുടുകണ്ണീര്, പക്ഷെ അദ്ദേഹം അമ്മൂമ്മയുടെ വരെ ചുടുകണ്ണീരിനാണ് ഉപയോഗിച്ചു. അത് വളരെ ഇതായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോഴും പല വീടുകളിലും ഈ ന്യൂക്ലിയർ ഫാമിലി വന്നതിന് ശേഷം എല്ലാവരും അച്ഛനും അമ്മയും ബന്ധമുള്ള ഒരു കണ്ടന്റ് മാത്രമേ എനിക്കുള്ളൂ. ബാക്കി എല്ലാവരും എന്തെങ്കിലും വിദേശത്ത് പഠനം അല്ലെങ്കിൽ ജോലി അങ്ങനെയൊക്കെ ആയിപ്പോയി. അതെല്ലാം അങ്ങനെയാണ്. ഞാനും അങ്ങനെയാണ്. കാരണം എൻ്റെ അച്ഛനും മാത്രമേ എൻ്റെ തറവാട്ടിലുള്ളൂ. ബാക്കി ഞങ്ങളെല്ലാവരും ഓരോ മേഖലയിലാണ്. അപ്പോൾ അതുകൊണ്ടുള്ള ഒറ്റപ്പെടലുണ്ട്, അതിന് വിഷമങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛനും അമ്മയും അനുഭവിക്കുന്ന വിഷമം മകനുമുണ്ട്. പക്ഷെ അത് ആ ഭാഗത്തുനിന്ന് പറയുമ്പോൾ ആ മകൻ വീണ്ടും ഒരു അപ്പൂപ്പനാകുന്ന സമയത്തായിരിക്കും അത് ഉൾക്കൊള്ളുന്നത്. അപ്പോൾ വരുന്നുണ്ട്, തീർച്ചയായിട്ടും വരുന്നുണ്ട്. ഞാനിപ്പം 53 വയസ്സായി. പല പല മേഖലകളിലും എൻ്റെ അറിവിൻ്റെ പരിമിതി വെച്ച് ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പം അതിപ്പോൾ ഞാനും ചിന്തിക്കുമ്പോഴും അദ്ദേഹം പറയുമ്പോഴേക്കും ഞാൻ പറയല്ലേ, നമ്മുടെ കൈ പിടിച്ച് നടത്തിക്കുവാണ് അദ്ദേഹത്തിൻ്റെ കഥകളിലൂടെ ഈ 1 മണിക്കൂർ നമ്മൾ ചെയ്യുന്നത്. അത് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ അദ്ദേഹം പറയുന്നത് ഇപ്പോഴും പറയേണ്ടത് ഈ ഓരോരോ അനുഭവങ്ങൾ, കവിതകൾ. ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ ചെറുപ്പകാലങ്ങളിലൊക്കെ മാതൃഭൂമി ആഴ്ചപ്പതിൽ എല്ലാ ചൊവ്വാഴ്ചയും വരെ കാത്തിരുന്ന ഒരാളാണ്. കാരണം അതിനകത്തെ ലേഖനങ്ങൾ ഞാൻ പറയില്ല, കവിതകൾ, പ്രത്യേകിച്ച് കവിതകൾ, പിന്നെ അങ്ങനെയുള്ള നോവലുകൾ, ചെറുകഥകൾ, ബാലബന്ധിയായിരുന്നു കൂടുതലും.
ചെറുപ്രായത്തിൽ അതാണല്ലോ വായിക്കുന്നത്. പക്ഷെ പെട്ടെന്നാണ് ഒരു ഇതിലേക്ക് കയറുന്ന കവിതകൾ വായിക്കാൻ തുടങ്ങി സീരിയസ് ആയിട്ട്. അപ്പം ജീവിതത്തിൻ്റെ ഭീഷണികൾ മാറാൻ തുടങ്ങി പൗർണമി, കാർത്തിക, ചൊവ്വാഴ്ച. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു പെയിൻഫുൾ ആയിട്ട് വായന വന്നത് NM കാക്കാടിൻ്റെ സഫലമീ യാത്ര പ്രസിദ്ധീകരിച്ചു വന്ന അദ്ദേഹം. അന്ന് ഇതേപോലെ മീഡിയകളൊന്നുമില്ല, ഫോണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ആകാശവാണി മാത്രമുള്ള ആശ്രയം. ദൂരദർശനം ഒന്നത്ര ഇതായിട്ടില്ല. അപ്പം അദ്ദേഹത്തെ അത് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ മരണവാർത്ത ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്നത് അതൊരു ഭയങ്കര നൊമ്പരായിരുന്നു കുറേ കാലത്തേക്ക്. അതായത് എനിക്ക് കുറേ ശരിക്കും ഉള്ളിൽ തട്ടിയൊരു ഇതായിരുന്നു ആ NM കാക്കാടിൻ്റെ. അപ്പം കവിത ചിലപ്പോൾ ചിലർക്ക് സംവേദിക്കുന്നത് നൊമ്പരമായിട്ടായിരിക്കാം, ചിലർക്ക് സ്നേഹമായിട്ടായിരിക്കാം. അദ്ദേഹം തന്നെ ആദ്യം പറഞ്ഞു, സ്നേഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വേദിയിൽ പങ്കിട്ടത്. തീർച്ചയായിട്ടും അദ്ദേഹം സ്നേഹമുള്ളിടത്ത് മാത്രമേ നമുക്ക് കവിത രൂപപ്പെടുള്ളൂ. അത് ഞാൻ പറയും. കവിതയുടെ ആത്മാംശം എന്ന് പറയുന്നത് സ്നേഹമാണ്. അത് ആരൊക്കെ എന്തൊക്കെ പറയും തള്ളി പറഞ്ഞാലും ശരി, ആത്മാംശം എന്ന് പറയുന്നത് സ്നേഹമാണ്. സ്നേഹം ഉണ്ടെങ്കിൽ കവിത അത് അന്തർധാരയായിട്ട് വരുള്ളൂ. തീർച്ചയായിട്ടും അത് ഉൾക്കൊള്ളാനും പറ്റുള്ളൂ. പിന്നെ അദ്ദേഹം പറഞ്ഞു വൈലോപ്പിള്ളി സാറിൻ്റെ പിന്നെ എന്നെ പിടിച്ച് ഒലച്ചൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇത് പറഞ്ഞാൽ ഒരു മഹാകവി എന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹം എൻ്റെയൊക്കെ ഈ വായനയുടെ കാലത്ത്, വായനകൾ ഇപ്പോഴും വായനയുണ്ട് കേട്ടോ, വായനയുടെ കാലങ്ങളിൽ ചെറിയാൻ എന്ന് പറഞ്ഞൊരു കവിയുണ്ട്. കേരളീ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ചുരുക്കം ലൈൻ എനിക്ക് ഓർമ്മയുണ്ട്. 95-96 കാലഘട്ടങ്ങളിൽ മാതൃഭൂമിയിൽ വന്നതാണ്. അതിന് തുടക്കം പ്രഭാതത്തിൽ ആകാശ നാളം പരക്കും വിഭൂതിക്ക് മുമ്പ് ചുവന്നൂര് അങ്ങനെയാണ് അങ്ങനെ തുടങ്ങുന്നത്. പക്ഷെ അദ്ദേഹമൊക്കെ ഇപ്പോഴും മൺമറഞ്ഞു പോയോ അദ്ദേഹം എനിക്കറിയില്ല അതിനെക്കുറിച്ചൊക്കെ. സാഹിത്യ സാംസ്കാരിക ആൾക്കാരെല്ലാവരും ഉണ്ട് ഇവിടെ. അപ്പം അത് അദ്ദേഹത്തിനെ കുറിച്ച് ഒരു നല്ലൊരു പഠനം നടക്കേണ്ട ആവശ്യമാണ് തീർച്ചയായിട്ടും. അതൊക്കെ എഴുതാറില്ല. അത് പുള്ളി NRI ആണ്. പക്ഷെ ആ കേരളീ എന്ന് പറഞ്ഞ കവിത കേരളീ എന്ന് പറഞ്ഞ ഒരു കവിത ഭയങ്കര ഒലച്ചിൽ, നമ്മൾ ശരിക്കും പിടിച്ച് ഒലച്ചൊരു കവിതയിൽ. അത് ഞാൻ പറയാം, കവിത ക്ലാസ്സിന് ഞാൻ ദൂരെ നിന്ന് ഞാൻ ഇപ്പോഴും ഞാൻ പറയണം, ഞാനൊരു സാഹിത്യകാരനല്ല, ഒരു സാഹിത്യ ആസ്വാദകനാണ്. അല്ലാതെ സാഹിത്യം എനിക്ക് വഴങ്ങാനിട്ടല്ല, കാരണം അത് പറ്റിയിട്ടില്ല. കാരണം അതിന് സരസ്വതി അനുഗ്രഹിച്ചില്ലെന്ന് തന്നെ പുറപ്പെടുക. ഈ സരസ്വതി അല്ല, സരസ്വതി ദേവി അനുഗ്രഹിച്ചിട്ടില്ല. അപ്പം അതെ തീർച്ചയായിട്ടും. അപ്പം അനുഗ്രഹിച്ചിട്ടില്ല. അപ്പം അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം അങ്ങനെ ഒരു ഇതിൽ നിന്ന് വന്നതാണ്. അപ്പം ഇതേക്കുറിച്ച് എന്തെങ്കിലും ഒരു അപ്ഡേഷൻ കിട്ടുവാണെങ്കിൽ, ചെറിയാന്ന് പറഞ്ഞ കവിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഇത് കിട്ടുവാണെങ്കിൽ അറിയിച്ചാൽ കൊള്ളാം. അദ്ദേഹമൊക്കെ ഉയർന്നവരുണ്ട്. ഇപ്പം നമ്മുടെ ഇപ്പോൾ NG കൃഷ്ണൻ സാറിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം ഇതിനു മുമ്പ് ഇതിനും വലിയ മേഖലകളിൽ അദ്ദേഹം പറ്റും. ഓരോത്തിനും ഓരോ നിയമങ്ങൾ, ഓരോ നിമിത്തങ്ങളുണ്ട്. അത് വെച്ച് ആവുള്ളൂ. ഇപ്പം ഇത് തന്നെ ഇത്രത്തോളം തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ തലം ഏത് ലെവലിൽ വരുന്നതെന്നൊക്കെ നമുക്ക് ഊഹിക്കാൻ പറ്റി. പക്ഷെ അത് ജീവിതത്തിൻ്റെ പല സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു. പിന്നെ അവിടുന്ന് അധ്യാപകനായിരുന്നു, നാടക കൃതമായിരുന്നു. അവിടുന്നൊക്കെ ഒരു മനുഷ്യനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതിലേക്ക് കാലിബർ ചെയ്തെടുക്കാം അദ്ദേഹത്തിന്. അവിടുന്ന് ഒരു കവിതയിലേക്ക് എത്താനും, ഈ ശേഷജീവിതം കവിത കൊണ്ടാണോ എന്തെന്നറിയില്ല, അദ്ദേഹം തന്നെ അത് നിശ്ചയിക്കാം. അപ്പോൾ അങ്ങനെ അതിലേക്ക് വരിക. പക്ഷെ എന്നാലും ഉൾക്കൊണ്ട്. പക്ഷെ എനിക്കും അദ്ദേഹം പറഞ്ഞവിടെ നിർത്തിയപ്പോൾ എന്തോ ഒരു ഉള്ളിൽ തട്ടി. കാരണം ഈ മാമ്പഴം വായിച്ചു നിൽക്കുമ്പോൾ എല്ലാ അമ്മമാരുടെ ഉള്ളിലൊരു വേദന ഉണ്ടായിരുന്നു. ഇതിപ്പം മുത്തശ്ശിമാരുടെ ഉള്ളിലേക്കൊരു വേദന സംവേദിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നൊരു തോന്നൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് ഈ മുത്തശ്ശിയൊക്കെ നമുക്കും ആ സമയമാകുമ്പോഴേക്കും ആവും. ഇതാന്ന് പറയുന്ന പോലെ കാലം പോകും, വിഷു വരും, കൃഷ്ണം വരും എന്ന് പറഞ്ഞിട്ട് NM സാറിൻ്റെ കവിത ഉണ്ടല്ലോ. അതുപോലെ തന്നെ നമുക്കും അതുപോലെ പറയാം. പിന്നെ ഇതിൽ പറയാനുള്ളത് ഈ വൈലോപ്പിള്ളി സാറിൻ്റെ എടുത്തു പറയട്ടെ. ഞാൻ കവിതയെക്കുറിച്ച് പറഞ്ഞു, ഞാൻ കാടുകയറുന്നതല്ല. പഠിച്ചുകൊണ്ടിരുന്നപ്പം ജലസേചനം എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. ബലരാമനെ ഇതിവൃത്തമാക്കി വസന്തമാഷൊക്കെ എന്നെ മലയാള പഠന ഗവേഷണത്തിൽ പഠിച്ചിട്ടുണ്ട്. ബലരാമനെ ഇതിവൃത്തമാക്കിക്കൊണ്ട് വൈലോപ്പിള്ളി സാർ രചിച്ച കവിത. പക്ഷെ ചില വേർഡ്സ് വൈലോപ്പിള്ളി സാർ എഴുതണം, അത് നമ്മുടെ ഉള്ളിൽ കൊള്ളും. അതിനകത്ത് കരിങ്കൂവള തള്ളി, അതൊക്കെ എന്ത് പ്രയോഗമാണ്. കാരണം മലയാളത്തിൽ അങ്ങനെ ഒരു പ്രയോഗിക്കാൻ വൈലോപ്പിള്ളി സാറിന് പറ്റുള്ളൂ. കരിങ്കൂവള കളി എന്ന് പറയാണ്ട് ആ യമുനാ നദി കലക്കൊണ്ട് വലിച്ചെടുക്കുക. കാരണം അതിൻ്റെ ആ ഒരു, പക്ഷെ ഇന്നത്തെ നിലയിൽ ഒരു സ്ത്രീയോട് നേരെ അക്രമം കാണിക്കുന്ന ഒരാളെ ഏത് നിലയിൽ സമൂഹം കൈകാര്യം ചെയ്യുമെന്ന് അറിയാമല്ലോ. അപ്പം അത് അങ്ങനെയുള്ള ചില പ്രയോഗങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അപ്പം എല്ലാവർക്കും കൂടി സരസ്വതി ടീച്ചർ, നമ്മുടെ അധ്യക്ഷൻ ഉണ്ണികൃഷ്ണൻ സാറ്, മാത്രമല്ല നമ്മുടെ ബഹുമാന്യ കവി ശ്രീ ഉണ്ണികൃഷ്ണൻ സാറ്, അദ്ദേഹത്തോടു കൂടി നന്ദി ഞാൻ പറയുന്നു. ഞങ്ങളോട് ഇത്രയും നേരം സംവദിക്കാനും ഇങ്ങനെയൊരു അദ്ദേഹത്തിൻ്റെ നാവുകൊണ്ട് അദ്ദേഹം ഇത് കവിത ഉച്ചരിച്ചേക്കാനും മഹാഭാഗ്യം ഉണ്ടായി തന്നെ കണക്കാക്കുന്നു. എല്ലാവർക്കും അതിൽ അനുഭവം. എൻ്റെ പ്രിയ ഗുരു വസന്ത മാഷിനോട് ഒരിക്കലും നന്ദി പറയുന്നു.
അപ്പം ടീച്ചർ എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. പരിപാടി കഴിഞ്ഞിട്ടില്ല. 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. 2 കാര്യങ്ങൾ കൂടി ഇനിയുണ്ട്. സാധാരണ രീതിയിൽ നമ്മൾ കൃതജ്ഞതയ്ക്ക് ശേഷമാണത് പറയാനുള്ളത്. ഒരിക്കൽ കൂടി ഓർമ്മിക്കണം. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഉണ്ണിമാഷിൻ്റെ കുടുംബത്തിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ കഴിഞ്ഞ ആഴ്ച പറയേണ്ടിയിരുന്ന കുറച്ച് കാര്യങ്ങൾ വെച്ചാൽ നമ്മുടെ പരിപാടികളെ കുറിച്ചാണ് ഈ മാസത്തെ. അത് അന്ന് പറയാനുള്ള സാവകാശം കിട്ടില്ല. അടുത്ത ശനിയാഴ്ച കഥ പറയും കാലം എന്ന് പറയുന്നത് നമ്മുടെ തുടർ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള 6 കഥാകൃത്തുക്കളും 6 കഥകളാണ്. രക്തമ്മ ചേച്ചി അന്ന് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അശോകൻ ചെരുവിലാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. മാതൃഭൂമിയിൽ തന്നെ കഴിഞ്ഞ മാതൃഭൂമിയിൽ വന്ന അദ്ദേഹത്തിൻ്റെ കഥയുണ്ട്, ഫാസിസത്തിനെതിരെ ഒരു നാടകം. അതാണ് ഉദ്ഘാടന കഥയായിട്ട്. കഥാകൃത്ത് നേരിട്ട് അവതരിപ്പിക്കുകയും കഥ എഴുതാനുള്ള പശ്ചാത്തലം വിവരിക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് കഥ പറയും കാലം. അപ്പോൾ 6 കഥാകൃത്തുക്കളാണ് അന്ന് ഉള്ളത്. അശോകൻ ചെരുവിലാണ് ഉദ്ഘാടനം. കെ രഘുനാഥൻ സാറ് നമ്മുടെ തന്നെ ബുള്ളറ്റിന് പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ കഥയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പിന്നെ ഉള്ളത് ശ്രീലത KS മാതൃഭൂമിയിൽ തന്നെ പ്രസിദ്ധീകരിച്ച മലയാളികൾ നമ്മുടെ അംഗവും കൂടിയാണ്. ആ കഥയാണ്. എൻ്റെ കഥ ഞാൻ അവതരിപ്പിക്കുന്നുണ്ട്. കലാകൗമുദിയിൽ വന്ന ഗന്ധർവൻ. അതുപോലെ ഡോക്ടർ ആനന്ദൻ്റെ കഥ അന്ന് അവതരിപ്പിക്കുന്നുണ്ട് ഡോക്ടർ ഷാജി ജെയിംസ്. അങ്ങനെ മൊത്തം 6 കഥാകൃത്തുക്കൾ 6 കഥകളും കഥയുടെ കഥയും അവതരിപ്പിക്കുന്ന പരിപാടിയാണ് കഥ പറയും കാലം. അടുത്ത ശനിയാഴ്ച 3 മണിക്ക്. അതിനുശേഷം 19-ാം തീയതി ശനിയാഴ്ചയായിരുന്നു നമുക്ക് സന്തോഷ് ചേച്ചിക്കാനവും ഡോക്ടർ സെബാസ്റ്റ്യൻ മാഷും അടങ്ങുന്ന സുനിൽ സുഗതയും പങ്കെടുക്കുന്ന തിരക്കഥയുടെ രസതന്ത്രം എന്ന് പറഞ്ഞ പരിപാടിയായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ ഈ മാസത്തെ സ്മൃതി പരിപാടി അവതരിപ്പിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. അത് ചങ്ങമ്പുഴയെ കുറിച്ചാണ്. ചങ്ങമ്പുഴയുടെ സ്മൃതി ദിനം വരുന്നത് 10-ാം തീയതിയാണ്, വ്യാഴാഴ്ചയാണ്. അന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അസൗകര്യമുള്ളതുകൊണ്ട് അതിൻ്റെ വരുന്ന ശനിയാഴ്ച, അതായത് 12-ാം തീയതി അല്ല 19-ാം തീയതി ശനിയാഴ്ചയാണ് ചങ്ങമ്പുഴ സ്മൃതി ദിനം സംഘടിപ്പിക്കാൻ. അപ്പം ആ തിരക്കഥയെക്കുറിച്ചുള്ള പരിപാടി നമുക്ക് അടുത്ത മാസത്തേക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ ചങ്ങമ്പുഴയെ കുറിച്ചുള്ള പ്രത്യേക പരിപാടിയാണ് 19-ാം തീയതി ശനിയാഴ്ച. വസന്തമാഷ് നയിക്കുന്ന പ്രഭാഷണമാണ്. ഷാജു പുത്തൂര്, രാജലക്ഷ്മി മാനേഴി, അനിൽകുമാർ കോലഴി, ഡോക്ടർ MR രാജേഷ്, ശ്രീലത വർമ്മ തുടങ്ങിയവരാണ് ആ പരിപാടി പങ്കെടുക്കുന്ന അതിഥികൾ. അതിനുശേഷം 26-ാം തീയതിയും 27, 26 ശനിയും 27 ഞായറുമാണ് നമ്മുടെ 2 ദിവസത്തെ ദ്വിദിന ക്യാമ്പ് തിരുവല്ലാമലയിൽ നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഗ്രാമാന്തരം എന്നാണ് നമ്മുടെ ക്യാമ്പിൻ്റെ പേര്. ഈ ക്യാമ്പിൻ്റെ കൺസെപ്റ്റ് ഗ്രാമം എന്നുള്ളതാണ്. ഓരോ ക്യാമ്പിനും നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് കാലാവസ്ഥയാകാം, പലതുമാണ്, നാടാകാം. ഇത്തവണ ഗ്രാമം എന്നുള്ള കൺസെപ്റ്റാണ്. അതിൽ തിരുവല്ലാമല തന്നെയാണ് 1-ാം സ്ഥാനത്തെത്തുന്നത്. വളരെ അവിടെ ഏറ്റവും 5 സ്റ്റാർ ഫെസിലിറ്റിയുള്ള ഒരേ ഒരു സ്ഥലത്ത് നമുക്ക് താമസിക്കാൻ സ്ഥലമുള്ളൂ. അത് 5 സ്റ്റാർ പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് താമസം 5 സ്റ്റാർ ഹോട്ടലിന്റെ റിസോർട്ടാണ്. റിസോർട്ടിന്റെ ഒരു പ്രത്യേകത അതിനകത്ത് തന്നെ കാടും കുളവും കാവും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. അതിനകത്ത് തന്നെ എല്ലാം ഉണ്ട്. തൊട്ടപ്പുറത്ത് നിള ഒഴുകുന്നുണ്ട്. ഗായത്രി പുഴ ചേരുന്ന സ്ഥലമാണ്. അതിൻ്റെ അടുത്ത് കുത്താമ്പള്ളി ഗ്രാമമുണ്ട്, VKന്റെ സ്മാരകമുണ്ട്, തിരുവല്ലാമല ക്ഷേത്രമുണ്ട്. ഇതെല്ലാം കൂടി കണക്ട് ചെയ്തിട്ട് പൂർണ്ണമായിട്ട് 2 ദിവസം നമുക്ക് ആസ്വദിക്കാൻ കഴിയും വിധമുള്ള സാഹിത്യവും എന്നാൽ ആസ്വാദനവും ചേർന്നിട്ടുള്ള ഒരു ഓൾ ടൈം എന്റർടൈൻമെന്റ് പ്രോഗ്രാമായിട്ടാണ് തൊണ്ട ക്യാമ്പ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ക്യാമ്പിലാകട്ടെ നിലവിൽ തന്നെ 15-ൽ പരം പേരാണ് അതിഥികളായിട്ട് എത്തുന്നതാണ്. നമ്മുടെ സ്ഥിരം അതിഥികൾ മുഖ്യ രക്ഷാധികാരമായിട്ടുള്ള വൈശാഖ മാഷും വസന്ത മാഷും കെ രഘുനാഥ് സാറും ഡോക്ടർ പള്ളിപ്പുറം സാറും മുരളി സാറും ഒക്കെ കൂടാതെ തന്നെ മല്ലിക സാരാഭായി, ഡോക്ടർ B അനന്തകൃഷ്ണൻ, സത്യനന്ദിക്കാട്, ജയരാജ് വാര്യര്, എൻ രാജ്, അങ്ങനെ ഒരു വലിയ നിര എഴുത്തുകാര് ക്യാമ്പിൽ അതിഥികളായിട്ട് എത്തുന്നുണ്ട്. അപ്പോൾ വലിയൊരു സാഹിത്യ സദ്യ തന്നെയായിരിക്കും അവിടെ സംഭവിക്കുന്നുണ്ടാകുക. അതുകൂടാതെ മാനസി തിരുവല്ലാമലക്കാരിയാണ് കഥാകൃത്ത് മാനസി. VK രമേശ് തിരുവല്ലാമലക്കാരനാണ്. നമ്മുടെ അതിഥിയും അംഗവും കൂടിയായിട്ടുള്ള അരുണെഴുത്തച്ഛൻ തിരുവല്ലാമലക്കാരനാണ്. ഇവരൊക്കെ സംഘാടകത്വത്തിലേക്ക് കൂടി വരികയാണ്. അവർ അതിഥികളുമാണ്, ഒപ്പം സംഘാടകത്വമാണ്. അപ്പൊ അങ്ങനെ വിപുലമായ രീതിയിൽ കൃത്യമായ ആസൂത്രണം ചെയ്ത രീതിയിലാണ് ഈ ക്യാമ്പ് പ്ലാൻ ചെയ്യുന്നത്. അതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ അംഗങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ അത് ആ രജിസ്ട്രേഷൻ നടപടിയിലേക്ക് കടക്കേണ്ടതാണ്. എന്നിട്ട് വേണം നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ 26-ഉം 27-ഉം ശനി ഞായറുമാണ് ക്യാമ്പ്. അങ്ങനെ ഈ മാസത്തെ പരിപാടികൾ അവസാനിക്കുകയാണ്. പക്ഷേ 16-ാം തീയതി 17-ാം തീയതി വീണ്ടും മറ്റൊരു പരിപാടി വർക്കിംഗ് ഡേ ആണ്. കേരള കോളേജിൽ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. പുതൂർ ഉണ്ണികൃഷ്ണന്റെ സാഹിത്യ സംഭാവനകളെ കുറിച്ചുള്ള ഒരു സെമിനാറാണ്.
അത് രാവിലെ തുടങ്ങി ഉച്ചയ്ക്ക് അവസാനിക്കുന്നതിനുള്ള സെമിനാറാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പൊതു നിരീക്ഷണങ്ങൾ കേരളോർമ്മ കോളേജിന്റെ മലയാള വിഭാഗവുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ്. ഇത്രയും പരിപാടികൾ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് മികച്ച സംഘാടന ആവശ്യമുണ്ട്, ആൾക്കാരെ ആവശ്യമുണ്ട്. നമ്മൾ ശരിക്കും നന്നായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഒരു പരിപാടി നടത്താൻ തന്നെ ഇവിടെ സംഘാടകർ വളരെ ബുദ്ധിമുട്ടി ഓടി നടക്കുന്ന കാലത്ത് എല്ലാ ശനിയാഴ്ചകളും തുടർച്ചയായിട്ട് നമ്മൾ പരിപാടികൾ ഒരു വർഷത്തിലധികമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 125 കഴിഞ്ഞപ്പോൾ 130ാമത്തെ പരിപാടിയിലേക്ക് നമ്മൾ എത്തുകയാണ്. 120-130 പരിപാടി ഇൻഡു 365 ദിവസം കൂടുമ്പോൾ ശനിയാഴ്ച മാത്രമല്ല, ഓരോ 3 ദിവസം കൂടുമ്പോൾ നമ്മൾ പരിപാടി നടത്തുന്നുണ്ട്. 600-ൽ പല അതിഥികളിവിടെ വന്നു പോയെന്ന് പറഞ്ഞാൽ ഒന്ന് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്നില്ല. 600-ൽ പല എഴുത്തുകാരും കലാകാരും. അത് ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് പോലും നിർത്താൻ പറ്റുന്നില്ല. ഇത് ഈ ശനിയാഴ്ച നമുക്കൊണ്ട് വീട്ടിൽ ഇരിക്കാനും പറ്റുന്നില്ല, പരിപാടി നമുക്കൊണ്ട് അവസാനിപ്പിക്കാനും പറ്റുന്നില്ല. ഇത് ഒരു തുടർ പ്രക്രിയ, ഒരു ഒഴുക്ക് പോലെയാണ്, ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ് അസാധ്യമായ രീതിയിൽ. ഒരു ശനിയാഴ്ച പോലും നമുക്ക് വളരെ അപൂർവ സന്ദർഭങ്ങളിൽ ഒരു അതിഥിയെ വിളിച്ചിട്ട് ആവശ്യപ്പെട്ടേ വരുന്നുള്ളൂ. ഭൂരിപക്ഷ സമയങ്ങളും അതിഥികൾ ഇങ്ങോട്ട് തന്നെ ആവശ്യപ്പെടുകയാണ്. ഇപ്പൊ നവംബർ ഫസ്റ്റ് വീക്കിൽ KGS വരുന്നത്, KGS തന്നെയാണ് ഇങ്ങോട്ട് പറയുന്നത്. അപ്പൊ ആ അവസ്ഥയിലേക്ക് നമ്മുടെ പ്രാധാന്യവും വർദ്ധിക്കുകയാണ്. ഞാൻ അതാണ് പറഞ്ഞത്, അതിഥികൾ നമ്മളിലേക്ക് എത്തുന്നു എന്നുള്ളതും വലിയൊരു പ്രാധാന്യമാണ്, വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. മറ്റ് ആൾക്കാരൊക്കെ വളരെ ബുദ്ധിമുട്ടി ഒരു പരിപാടി നടത്താൻ ഒത്തിരി കഷ്ടപ്പെടുന്നു. ഒരു അതിഥിയെ കിട്ടാൻ തന്നെ കഷ്ടപ്പെടുന്നെടുത്ത് MBR കഴിഞ്ഞ ദിവസം ഒരു കഥ എന്നോട് പറയുകയാണ്. വലിയൊരു സംഘടന അത് മാസത്തെ ആകെ ഒരു പരിപാടി നടത്തുന്നു. വയലാർ അനുസ്മരണത്തിൽ MBR വരണമെന്നുള്ളതാണ് MBRന്റെ ഒരു ആവശ്യം. MBR പറഞ്ഞ മറുപടി ഇത്രയേ ഉള്ളൂ. ഒന്നാമത് എനിക്ക് അത്ര സുഖമുള്ള ഒരാളൊന്നുമല്ല, ശാരീരികമായിട്ടും വൈഷമ്യങ്ങൾ അനുഭവിക്കും. ഞാൻ ഒരൊറ്റ അടുത്ത പരിപാടിക്ക് പോകുന്ന സാഹചര്യം എല്ലാ ശനിയാഴ്ച അവിടെ ബുക്കിടാന്ന് പറഞ്ഞു. ഒരു ശനിയാഴ്ച വരാൻ നിർവാഹമില്ല, എല്ലാ ശനിയാഴ്ച സാഹചര്യം പോയി വരുന്നു. അപ്പൊ അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള എത്രയോ എഴുത്തുകാരും സഹൃദയരൊക്കെ നമ്മളിലേക്ക് കടന്നു വരുന്നു. നാടിന്റെ വലിയ പിന്തുണ കിട്ടുന്നു നമുക്ക്. ഈ ഗ്രാമത്തിന്റെ ചെറുതെന്ന് പറഞ്ഞ നാടിന്റെ വലിയ പിന്തുണ നമുക്ക് കിട്ടുന്നു. അതിന്റെ ആ ഉത്തേജനം നമ്മളെ കൊണ്ട് എത്തിക്കുന്ന വലിയ വലിയ വിപുലമായ പരിപാടി. കിഡ്സ് ക്ലബ്ബ് വരുന്നു ഇവിടെ. ഡോക്ടർ ആനന്ദന്റെ നേതൃത്വത്തിൽ നമ്മൾ കിഡ്സ് ക്ലബ്ബ് രൂപീകരിക്കുകയാണ്. ഇവിടെ ചുറ്റുപാടുള്ള കുട്ടികളല്ലേ. അപ്പൊ അങ്ങനെ ഈ നാട്ടിന്റെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ വേരുകളായി നമ്മൾ മാറുകയാണ് എന്നുള്ളതാണ്. അത് ഒന്നും ചെറിയ കാര്യങ്ങളല്ല. അപ്പൊ അത്ര വിപുലമായ രീതിയിൽ വലിയ രീതിയിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ മാസത്തെ എല്ലാ ശനിയാഴ്ചകളും അടുത്ത മാസത്തെ 3 ശനിയാഴ്ചകളും ഓൾറെഡി പ്ലാൻഡാണ്, മാറ്റാൻ പറ്റത്തില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടി വരുന്ന നിർവാഹമില്ലാത്ത പരിപാടി വരുമ്പോൾ നമ്മളിപ്പോൾ സന്തോഷിനെ വിളിച്ച് തന്നെ പറയേണ്ടി വരും, തിരക്കഥ ക്യാമ്പിലേക്ക് ആക്കാം. കാരണം ഗിരീഷ് കുമാർ തിരക്കഥ എടുത്തെന്ന് നമ്മൾ അതിഥിയെ എത്തുന്നുണ്ട്. അപ്പോൾ തിരക്കഥയെ കുറിച്ച് ഒരു പരിപാടി നമ്മൾ 1 മണിക്കൂർ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. വെറുതെ ഒരു ഭാര്യയൊക്കെ തിരക്കഥ എഴുതിയാണ്. അപ്പോൾ എച്ചിക്കാനത്തിനോട് നമ്മൾ നീ ഒരു പണി നിങ്ങൾ ഒരുമിച്ച് ക്ലാസ് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ആ പരിപാടി നമുക്ക് ക്യാമ്പിലേക്ക് ആക്കാം. ക്യാമ്പിൽ നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ടല്ലോ, സമയമുണ്ട്. പുസ്തക ചർച്ച പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ അംഗങ്ങളുടെ പുസ്തകങ്ങളാണ്. അപ്പൊ ഈ കുറെ പരിപാടികൾ നമുക്ക് ക്യാമ്പിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. അപ്പൊ ക്യാമ്പിലേക്ക് പോകണം, അതിന്റെ വേണ്ട കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യണം. അപ്പൊ സംഘാടകത്വത്തിലേക്ക് നമ്മൾ കുറച്ച് അംഗങ്ങളൊന്ന് കടന്നു വരണമെന്നൊരു അഭ്യർത്ഥനയുണ്ട്, സമയമുള്ളത്. ഇപ്പൊ നമ്മളൊരു ടീം സെറ്റ് ആയിട്ടുണ്ട്, കുറച്ച് പേരും കൂടെ കടന്നു വരണം. കാരണം അത്രയധികം ആക്ടിവിറ്റീസ് നമുക്കുണ്ട്. ഇപ്പൊ മൈനസിന്റെ കാര്യങ്ങൾ മാത്രമല്ല, ട്രാവൽ ക്ലബ്ബ് രൂപീകരിച്ചിട്ടുണ്ട്. എല്ലാ മാസവും നമ്മൾ യാത്രയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഒരു ക്ലബ്ബായിട്ട് തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പദ്ധതികൾ വരുന്നുണ്ട്. എഴുത്തുകാർക്കുള്ള സഹകരണ സംഘം എന്ന രജിസ്ട്രേഷൻ, ഇതൊക്കെ പോകണം. ഇതിനൊക്കെ സഹായിക്കാൻ പ്രാർത്ഥനകൾ കടന്നു വരുന്നതും കൂടി അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഇനി നമ്മുടെ ഇന്നത്തെ പരിപാടി അവസാന ഘട്ടത്തിലേക്കാണ്. നമ്മളെല്ലാവരും ചേർന്ന് നമ്മുടെ ഇന്നത്തെ അതിഥി NG ഉണ്ണികൃഷ്ണൻ സാറിനെ ആദരിക്കാം. എല്ലാവരും ഞാൻ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. ചേച്ചിയുടെ മുന്നിലേക്ക് വരണം. വിനോദ്ജി, ഷാജി സാറെ, വസന്ത മാഷ്, ഡോക്ടർ ആനന്ദൻ, ജോസേട്ടൻ, അയ്യപ്പൻ മാഷ്.